ടെൻഷൻ വരുമ്പോൾ ഞാൻ ചോക്ലേറ്റ് കഴിക്കുകയാണ് പതിവ്. ടെൻഷൻ വരുമ്പോൾ ആരാ ചായ കുടിക്കുന്നത്? ടെൻഷൻ വരുമ്പോൾ ഞാൻ ചോക്ലേറ്റ് കഴിക്കും. റെമ്യൂണറേഷൻ കുറഞ്ഞതുകൊണ്ട് വേണ്ടെന്ന് വെച്ച പ്രോജക്റ്റുകൾ ഒരിക്കലും ഇല്ല. റെമ്യൂണറേഷൻ കുറഞ്ഞതുകൊണ്ടൊന്നും അങ്ങനെ അതൊന്നുമല്ല. ആസിഫ് അലിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആസിഫ് അലിയോട് ഉണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എല്ലാവരോടും ഒരുപോലെ, ഇങ്ങനെ വലിയ സ്റ്റാറെന്നോ ചെറിയ ആളുകളെന്നോ ഒന്നുമില്ല. പുള്ളിക്ക് ഫ്രണ്ട്സും ഫാമിലിയും വലിയ താരങ്ങളും ചെറിയ താരങ്ങളും ഒക്കെ ഒരുപോലെ. അപ്പോൾ ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റിയാണ്. ടെസ്സയുടെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്? ഈശ്വര, ഇതെല്ലാം മേക്കപ്പ് സാധനങ്ങളാൽ നിറച്ചിരിക്കും. ഇവിടെ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യണമായിരുന്നല്ലോ. അപ്പം ഇതിനകത്ത് യൂഷ്വലി എൻ്റെ മൊബൈൽ ഫോണുണ്ട്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ്, ഹലോ, ഞാൻ ടെസ ജോസഫ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ സ്റ്റാർ റാഗിങ്ങിൽ ഇന്ന് പണി കിട്ടാൻ പോകുന്ന എനിക്കാണ്. എന്തൊക്കെയാണ് ഈ പണിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, റിയൽ ലൈഫിൽ തലവേദന സൃഷ്ടിക്കുന്ന 3 കാര്യങ്ങൾ. ഓക്കെ, ഒന്ന്, സമയം പറഞ്ഞാൽ ആ പറഞ്ഞ സമയത്ത് ആരെങ്കിലും എത്താതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആളാണ് ഞാൻ. എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത്, അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വണ്ടിയൊക്കെ വിടുമ്പോൾ പിക്കപ്പ് ചെയ്യാനായിട്ട് ടൈം തെറ്റിയാൽ ഈവൻ 5 മിനിറ്റ്സ് പോലും എനിക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. പറഞ്ഞ ടൈമാണ്. അപ്പോൾ ചില ആൾക്കാർ ആ സമയത്ത് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതൊരു വലിയൊരു പ്രോബ്ലമാണ് എനിക്ക്. പിന്നെ ഞാനൊരു ഓവർ തിങ്കറാണ്. അത് ചിലപ്പോൾ കുറേ തലവേദന സൃഷ്ടിക്കും. പിന്നെ വേറെ തലവേദന ഉണ്ടാക്കുന്നത് എന്താണാവോ? 2 മതിയല്ലോ. 2 മതി, അതേ ഉള്ളൂ. അങ്ങനെ പിന്നെ വേറെ തലവേദന ഒന്നുമില്ല. പിന്നെ ബിന്ദാസ്. പിന്നെ അടുത്തതിലേക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും ഒടുവിൽ പറഞ്ഞ നുണ. പിള്ളേരോടായിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയി. അപ്പം കറങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. മക്കളോടൊക്കെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ നുണകളൊക്കെ പറയുമല്ലോ. അപ്പോൾ അതാണേ. പിന്നെ റെമ്യൂണറേഷൻ കുറഞ്ഞതുകൊണ്ട് വേണ്ടെന്ന് വെച്ച പ്രോജക്റ്റുകൾ ഒരിക്കലും ഇല്ല. റെമ്യൂണറേഷൻ കുറഞ്ഞതുകൊണ്ടൊന്നും അങ്ങനെ അതൊന്നുമല്ല. അങ്ങനെ റെമ്യൂണറേഷൻ ഒരു വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്രോജക്ട്സും വേണ്ടെന്ന് വെച്ചിട്ടില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം. റെമ്യൂണറേഷൻ ഒരു ഇഷ്യൂവേ അല്ല. ഓക്കെ, അടുത്തത്, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇൻ്റർവ്യൂ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ടെസ്സയുടെ ഫേവററ്റ് ആങ്കർ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഡെഫിനറ്റ്ലി മെഹർ, അല്ലാതെ ആര്? ഐ ലവ് ഹർ. നല്ല കുട്ടിയല്ലേ, സുന്ദരി കുട്ടി മെഹർ. ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ് വേണം. പക്ഷെ ആ കള്ളത്തിൻ്റെ ആ അവസാനം നുണ പറഞ്ഞത് ഇപ്പം കിട്ടിയിരുന്ന് ഞാൻ പറയാനത് ഇപ്പോഴാണ് പറഞ്ഞത്. ആസിഫ് അലിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആസിഫ് അലിയോട് ഉണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആസിഫിനെ എപ്പോൾ നമ്മൾ മീറ്റ് ചെയ്താലും, ഇത് ഇപ്പം ആസിഫാണെങ്കിൽ എന്നെ കണ്ടാലും ഓടി വന്ന് വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പം എന്നെന്ന് മാത്രമല്ല, എനിക്കൊന്നും ആസിഫിൻ്റെ ഒരു പ്രത്യേക നേച്ചറാണത്. എല്ലാവരോടും ഒരുപോലെ, ഇങ്ങനെ വലിയ സ്റ്റാറെന്നോ ചെറിയ ആളുകളെന്നോ ഒന്നുമില്ല. പുള്ളിക്ക് ഫ്രണ്ട്സും ഫാമിലിയും വലിയ താരങ്ങളും ചെറിയ താരങ്ങളും ഒക്കെ ഒരുപോലെ. അപ്പോൾ ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റിയാണ്. നമ്മളിപ്പം ഓഫ് സ്ക്രീൻ ആസിഫിനെ കണ്ടാലും വളരെ കൂളാണ്, വളരെ കാഷ്വലാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളോട് ഒരുപാട് എന്താ സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ഒരു സ്റ്റാർ ആയാലും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യൻ. അതുകൊണ്ട് ഐ റിയലി ലൈക്ക് ഹിം. പിന്നെന്താണാവോ, ഇത് കുറേ ഉണ്ടല്ലോ. പൊട്ടിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു. ചിരിച്ചല്ലോ, അത് ചിരിച്ചിട്ടാണ് ഞാനത് വായിച്ചത്. അട്ടഹാസമായി പോയെന്ന് എനിക്കറിയാം, ക്ഷമിക്കുക. ഓക്കെ, സ്വന്തം മൊബൈൽ ഗാലറിയിലെ ടെസ്സയുടെ ഏറ്റവും നല്ല ഫോട്ടോ പ്രേക്ഷകരെ കാണിക്കുക.
കാണിക്കാമല്ലോ, ഇപ്പം കാണിക്കാമല്ലോ. ഇതാണ് എൻ്റെ ഏറ്റവും ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പങ്കുവച്ച ഒരു ഫോട്ടോയാണ്. ഇതൊരു ബ്ലാക്ക് സാരിയിൽ, ഇത് തലവൻ്റെ സക്സസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ഔട്ട്ഫിറ്റും എനിക്ക് ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റും ലുക്കുമാണ്. ഓക്കെ, അടുത്തത് മറ്റുള്ളവർ ടെസ്സെ എപ്പോഴെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? പിന്നെ കളിയാക്കാതിരിക്കുമോ? നമ്മളെ കളിയാക്കാത്ത ആരാളുള്ള? കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്, ഞാനും തിരിച്ച് കളിയാക്കിയിട്ടുണ്ട്. എന്താണെന്നൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കളിയാക്കിയിട്ടുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ചോദ്യത്തിനപ്പുറം നമ്മൾ പറയണ്ട. ഇത് ബോർഡ് എക്സാം ഒന്നും അല്ലല്ലോ എക്സ്ട്രാ എഴുതാൻ. ടെൻഷൻ വരുമ്പോൾ ചായ കുടിക്കുന്ന ശീലമുണ്ടോ? ടെൻഷൻ വരുമ്പോൾ ഞാൻ ചോക്ലേറ്റ് കഴിക്കുകയാണ് പതിവ്. ടെൻഷൻ വരുമ്പോൾ ആരാ ചായ കുടിക്കുന്നത്? ടെൻഷൻ വരുമ്പോൾ ഞാൻ ചോക്ലേറ്റ് കഴിക്കും. പിന്നെ അടുത്ത എന്താണ്? SSLC പരീക്ഷയുടെ മാർക്ക് വെളിപ്പെടുത്തുമോ? ഞാൻ SSLC അല്ല, ഞാൻ CBSE ആയിരുന്നു. കഴിഞ്ഞു. SSLC അല്ലേ ചോദിച്ചത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടെസ്സ ജോസഫ് എന്ന പേര് പത്രത്തിൽ അച്ചടിച്ചു വന്ന ആദ്യ 2 സന്ദർഭങ്ങൾ. ടെസ്സ ജോസഫ് എന്ന് അച്ചടിച്ചു വന്നല്ല, ടെസ്സ ജോർജ് ആയിരുന്നു പണ്ട്. അപ്പോൾ ടെസ്സ എന്നായിരുന്നു ആദ്യം വിളിച്ചത്. അപ്പോൾ ജോസഫ് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഈ വാല് വന്നത്. അപ്പോൾ ടെസ്സ എന്ന് ആദ്യം വന്നത് പട്ടാളം ഇതിലായിരുന്നു. പിന്നെ ടെസ്സ ജോസഫ് പത്രത്തിലൊന്നും വന്നിട്ടില്ല, നമ്മളെ എന്തെങ്കിലും ഓൺലൈനിലൊക്കെ വന്നിട്ടുള്ള, പത്രത്തിൽ അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് വൺ. ടെസ്സയുടെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്? ഈശ്വര, ഇത് വേണമായിരുന്നോ? ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. ഇന്ന് ഇപ്പം ഷൂട്ടിനായിട്ട് വരികയല്ലായിരുന്നോ, ഇൻ്റർവ്യൂവിന് വരികയല്ലായിരുന്നു. അപ്പോൾ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇതെല്ലാം മേക്കപ്പ് സാധനങ്ങളാൽ നിറച്ചിരിക്കും. ഇവിടെ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യണമായിരുന്നല്ലോ. അപ്പം ഇതിനകത്ത് യൂഷ്വലി എൻ്റെ മൊബൈൽ ഫോണുണ്ട്. ദൈവമേ, ഇത് എൻ്റെ ഹുദ ബ്യൂട്ടിയുടെ ഒരു ലിപ് ഗ്ലോസ്, ഷാലറ്റ് ടിൽസ്ബെറിയുടെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു കുട്ടി പെർഫ്യൂം, പിന്നെ ഒരു പൗഡർ പാഡ്, പിന്നെന്താ ഉള്ളത്? പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞൊരു 500 രൂപ. ഇത്രയും സാധനങ്ങൾ. ദൈവമേ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഷെയ്ഡ്? അപ്പം അതിട്ടു, എല്ലാം ഞാൻ തിരിച്ചു വെച്ചു, ബാഗ് അടച്ചു. ഓക്കെ, അത്രയായിരുന്നു എൻ്റെ ബാഗിൽ.